നമസ്കാരം. പൂട്ടിപ്പോകുമെന്ന് അറിഞ്ഞിട്ടും അനിൽ അംബാനിയുടെ RCFLൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അതായത് KFC 60.80 കോടി രൂപ നിക്ഷേപിച്ചതിന് പിന്നിൽ ചരട് വലിച്ചത് ഒരു പ്രമുഖ CPM വനിതാ നേതാവിന്റെ മകനാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഈ ഇടപെടലിൽ അഴിമതി ആരോപിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്ത് വന്നു. ഇതിനു പിന്നാലെയാണ് ചട്ടവിരുദ്ധമായി പലതും നടന്നുവെന്ന് സൂചനകൾ വരുന്നത്. അനിൽ അംബാനിയുടെ കമ്പനിയിൽ ആദ്യം പണം നിക്ഷേപിക്കുകയായിരുന്നു. അതിനുശേഷമാണ് KFCയുടെ ബോർഡ് യോഗത്തിൽ ഈ വിഷയം അവതരിപ്പിച്ചതും അനുമതി നേടിയതും. അതായത് പണം ഇട്ട ശേഷമാണ് ഇക്കാര്യം ബോർഡിന് മുന്നിൽ എത്തിയത് എന്ന് സാരം. കമ്മീഷൻ ലക്ഷ്യമിട്ടുള്ള ഈ അഴിമതിയിൽ 101 കോടി രൂപ നഷ്ടമായി എന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചത്. വലിയ ദുരൂഹതകൾ ഈ ഇടപാടിൽ ഉണ്ടായി എന്നാണ് പണമിട്ട ശേഷമുള്ള അനുമതി വാങ്ങലിലും നിറഞ്ഞു നിൽക്കുന്നത്. RCFL അതായത് റിലയൻസ് കൊമേഴ്ഷ്യൽ ഫിനാൻസ് ലിമിറ്റഡ് വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴാണ് 2018 ഡയറക്ടർ ബോർഡ് പോലും അറിയാതെ KFC പണം നിക്ഷേപിച്ചതെന്നും VD സതീശൻ ആരോപിച്ചു. 2019 കമ്പനി പൂട്ടിയപ്പോൾ കിട്ടിയത് 7,09,00,000 മാത്രമാണെന്നും സതീശൻ പത്രസമ്മേളനത്തിൽ വിശദീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് KFCയിലെ CPM നേതാവിന്റെ മകനാണ് ഈ നടപടികൾക്ക് ചുക്കാൻ പിടിച്ചതെന്ന് വ്യക്തമാകുന്നത്. കോർപ്പറേഷന്റെ അസറ്റ് ലയബിലിറ്റി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമായിരുന്നു നിക്ഷേപം. 2015 മുതൽ 2018 വരെ അനിൽ അംബാനിയുടെ വ്യവസായ സ്ഥാപനങ്ങളെല്ലാം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നാണ് ധനകാര്യ പ്രസിദ്ധീകരണങ്ങളിൽ വാർത്ത വന്നുകൊണ്ടിരുന്നത്. അതിനിടെയാണ് നിക്ഷേപം നടത്തിയതും. പണം നഷ്ടപ്പെട്ടിട്ടും സർക്കാരും മുഖ്യമന്ത്രിയും ധനമന്ത്രിമാരും അറിഞ്ഞില്ലേ എന്ന് സതീശൻ ചോദിച്ചു. നിക്ഷേപത്തിന്റെ കരാർ പരസ്യപ്പെടുത്തണമെന്നും അഴിമതി അന്വേഷിക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. ഈ ഇടപാടിൽ സർക്കാരിന് പങ്കില്ലെന്ന് മുൻ മന്ത്രി തോമസ് ഐസക്കും പ്രതികരിച്ചിട്ടുണ്ട്. സതീശന്റെ അഴിമതി ആരോപണം തള്ളിയ ഐസക് പണം നഷ്ടമാകുമെന്ന് സമ്മതിക്കുകയും ചെയ്തു. ഇതോടെ പ്രതിപക്ഷ നേതാവിന്റെ വിശദീകരണത്തിന് പ്രസക്തിയും കൂടി. 2018-19, 2019-20 വർഷങ്ങളിൽ KFCയുടെ വാർഷിക റിപ്പോർട്ടിൽ കമ്പനിയുടെ പേര് മറച്ചുവെച്ചു. 2020-21 മൂന്നാം വർഷത്തെ റിപ്പോർട്ടിലാണ് RCFL എന്ന പേര് പറയുന്നത്. 60,80,00,000 രൂപയുടെ നിക്ഷേപത്തിന് പലിശ ഉൾപ്പെടെ 109 കോടി കിട്ടേണ്ടടുത്ത് 7.9 കോടി രൂപ ലഭിച്ചെന്നാണ് റിപ്പോർട്ടിലുള്ളത്. ഇതേപ്പറ്റി 11ാം നിയമസഭാ സമ്മേളനത്തിൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് പോലും ധനവകുപ്പ് മറുപടി നൽകിയില്ല. ലിക്വിഡേറ്റ് ചെയ്ത കമ്പനിയിൽ നിക്ഷേപിച്ച പണത്തിൽ അവകാശവാദമുണ്ടെന്നാണ് ഇപ്പോഴും പറയുന്നതെന്ന് സതീശൻ പരിഹസിക്കുകയും ചെയ്തു. കേരള ധനകാര്യ കോർപ്പറേഷൻ അതായത് KFC നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും നഷ്ടപരിഹാരം കിട്ടാൻ ബോംബെ കോടതിയിൽ കേസ് നടക്കുന്നുണ്ടെന്നും മന്ത്രി KN ബാലഗോപാൽ പ്രതികരിക്കുകയും ചെയ്തു. കേന്ദ്ര നിയമത്തിന് വിധേയമായി പ്രവർത്തിക്കുന്ന KFC ബിസിനസിന്റെ ഭാഗമായി നിക്ഷേപം നടത്തിയതാണ്. ബിസിനസ് ആകുമ്പോൾ ലാഭവും നഷ്ടവും ഒക്കെ വരാം. ബോർഡിന്റെ അംഗീകാരമില്ലാതെ നിക്ഷേപം നടത്തിയെന്ന ആരോപണം ശരിയല്ല. വിദഗ്ധർ ഉൾപ്പെടെയുള്ളവരുടെ ഒരു സമിതിയാണ് നിക്ഷേപം കൈകാര്യം ചെയ്യുക. ഇത്തരം തീരുമാനങ്ങൾ ബോർഡ് പിന്നീട് ശരിവെക്കുന്നതാണ് സാധാരണ രീതി. ഏറ്റവും കുറച്ച് കിട്ടാക്കടമുള്ള സ്ഥാപനമാണ് KFC. ഒന്നാം പിണറായി സർക്കാർ അധികാരമേൽക്കുമ്പോൾ 2,500 കോടിയോളം രൂപയുടേതായിരുന്നു ബിസിനസ്. രണ്ടാം പിണറായി സർക്കാർ അധികാരമേൽക്കുമ്പോൾ ഇത് 4,000 കോടിയായി. ഇപ്പോൾ 8,000 കോടിയുടെ ബിസിനസ് ഇരട്ടിച്ചെന്നും മന്ത്രി അവകാശവാദം ഉയർത്തുന്നുണ്ട്. നന്ദി.